നിങ്ങളുടെ ഭാഗ്യം ഒരിക്കലും തുണയ്ക്കുന്നില്ലെന്നും നിങ്ങൾ എത്ര കഠിനമായി പരിശ്രമിച്ചിട്ടും പ്രപഞ്ചം നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും എതിരായി പ്രവർത്തിക്കുകയാണെന്നും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ ഉത്തരം അതെ എന്നാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. പക്ഷേ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം വ്യക്തമാക്കട്ടെ. ആകർഷണ നിയമത്തിലും മാനിഫെസ്റ്റേഷന്റെ പരിവർത്തന ശക്തിയിലും നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം മികച്ചതാക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ, ഈ ഉള്ളടക്കം നിങ്ങൾക്കുള്ളതല്ല. നിങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ടെങ്കിൽ നിങ്ങൾ എത്തിച്ചേരേണ്ട ശരിയായ സ്ഥലത്താണ് നിങ്ങളെന്ന് എനിക്ക് വാഗ്ദാനം ചെയ്യാൻ കഴിയും. ഈ വീഡിയോ നിങ്ങളെ തേടിയെത്തിയത് യാദൃച്ഛികമല്ല. നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ പൂർണ്ണമായും മാറ്റാൻ കഴിയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുകയാണ്. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. ഇതിനെക്കുറിച്ച് ആരോടും പറയരുത്. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള 7 വാക്കുകളുടെ രഹസ്യം കണ്ടെത്താൻ തയ്യാറാകൂ. നിങ്ങൾ സങ്കൽപ്പിക്കുന്നതിലും അപ്പുറത്തുള്ള മാറ്റങ്ങൾ വരും. ഈ ജീവിതം മാറ്റിമറിക്കുന്ന അറിവിലേക്ക് കടക്കുന്നതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കാനും ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. പ്രപഞ്ചത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു കമന്റ് ഇടുക. കാരണം ഈ 7 വാക്കുകൾക്ക് സവിശേഷമായ ഒരു ഊർജ്ജമുണ്ട്. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും. ഇനി യഥാർത്ഥ കാര്യത്തിലേക്ക് വരാം. ഒരാൾ എല്ലാ ആഴ്ചയും ഒരു ലോട്ടറി ടിക്കറ്റ് വാങ്ങുന്നു. ആ ഭാഗ്യ നമ്പറുകൾ തന്റെ ജീവിതം മാറ്റിമറിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓരോ തവണയും ഒരേ അവസ്ഥയാണ്: പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പ്, ഭാഗ്യം വീണ്ടും കൈവിട്ടുപോകുമ്പോഴുള്ള നിരാശ. എത്ര പേർ ഈ യാഥാർത്ഥ്യത്തിൽ ജീവിക്കുന്നു? ഭാഗ്യത്തിലൂടെ മാത്രമേ അഭിവൃദ്ധി വരൂ എന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ഈ നിരാശ സ്വപ്നങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ഒരു അദൃശ്യ ചങ്ങല പോലെയാണ്. വിജയം അസാധ്യമാണെന്ന് തോന്നിപ്പിക്കുന്നു. എന്നാൽ ഭാഗ്യമല്ല, നിങ്ങളുടെ ആഗ്രഹങ്ങളെ പ്രകടമാക്കാനുള്ള നിങ്ങളുടെ കഴിവാണ് നിങ്ങളുടെ വിധിയെ നിർണ്ണയിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞാലോ? നിങ്ങളുടെ ഉള്ളിൽ ഒരു ശക്തിയുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് കൃത്യമായി നൽകാൻ, നിങ്ങളുടെ ലോകത്തെ ക്രമീകരിക്കാൻ കഴിവുള്ള ഒരു വലിയ ശക്തി. ന്യൂകാസിലിൽ നിന്നുള്ള ഒരാളുടെ ഉദാഹരണമെടുക്കുക. അദ്ദേഹം ഈ വിദ്യ ഉപയോഗിച്ച് ലോട്ടറിയിൽ $4.8 മില്യൺ നേടി. അതൊരു യാദൃച്ഛികതയായിരുന്നു? അല്ല. അദ്ദേഹം വിശ്വസിക്കാൻ തീരുമാനിച്ച നിമിഷം മുതൽ അദ്ദേഹത്തിന്റെ യാഥാർത്ഥ്യത്തെ മാറ്റിമറിക്കാൻ തുടങ്ങിയ ലളിതവും എന്നാൽ ശക്തവുമായ ഒരു രീതിയിൽ അദ്ദേഹം വിശ്വസിച്ചു. ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്ന ഈ വിദ്യഭാഗ്യത്തെയോ യാദൃച്ഛികമായ അത്ഭുതങ്ങളെയോ അടിസ്ഥാനമാക്കിയുള്ളതല്ല. അതിൽ മാന്ത്രിക സംഖ്യകളോ രഹസ്യ സൂത്രവാക്യങ്ങളോ ഉൾപ്പെടുന്നില്ല. അത് നൽകുന്നത് ഒരു ആന്തരിക പരിവർത്തന പ്രക്രിയയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സാധ്യമാകുന്നത് എന്നതിലുള്ള നിങ്ങളുടെ വിശ്വാസത്തിലെ ഒരു മാറ്റം. ഈ പ്രക്രിയ ആരംഭിക്കുന്നത് മാനിഫെസ്റ്റേഷന്റെ യഥാർത്ഥ ശക്തി മനസ്സിലാക്കുന്നതിലൂടെയാണ്. മാനിഫെസ്റ്റേഷൻ എന്നത് പോസിറ്റീവായി ചിന്തിക്കുകയോ എല്ലാം ശരിയാകുമെന്ന് സ്വയം പറയുകയോ മാത്രമല്ല. അത് അതിലും ആഴത്തിലുള്ളതാണ്. നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും പ്രവൃത്തികളെയും വളരെ ശക്തമായി യോജിപ്പിക്കുന്നതിനെക്കുറിച്ചാണ്. അതിലൂടെ പ്രപഞ്ചത്തിന് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. നിങ്ങൾ ഒരാളെക്കുറിച്ച് തീവ്രമായി ചിന്തിക്കുകയും താമസിയാതെ അവർ നിങ്ങളെ വിളിക്കുകയോ സന്ദേശം അയക്കുകയോ ചെയ്ത ഒരു സമയം ഓർത്തുനോക്കൂ. അതൊരു യാദൃച്ഛികതയായിരുന്നില്ല. അത് യാദൃച്ഛികമായ മാനിഫെസ്റ്റേഷനായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാഹചര്യങ്ങളെ ആകർഷിക്കാനുള്ള മനസ്സിന്റെ അവിശ്വസനീയമായ കഴിവിന്റെ തെളിവാണത്. ആകർഷണ നിയമം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്തായാലും, അത് പോസിറ്റീവോ നെഗറ്റീവോ ആകട്ടെ, ഒടുവിൽ അത് യാഥാർത്ഥ്യമാകുമെന്നാണ്. ജീവിതം ദുഷ്കരമാണെന്നും പണം കുറവാണെന്നും അവസരങ്ങൾ വിരളമാണെന്നും നിങ്ങൾ നിരന്തരം സ്വയം പറഞ്ഞാൽ പ്രപഞ്ചം ആ വിശ്വാസങ്ങളെ നിങ്ങൾക്ക് തിരികെ നൽകും. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ മാറ്റുമ്പോൾ അവിശ്വസനീയമായ എന്തോ ഒന്ന് സംഭവിക്കുന്നു. ഇനി ഇല്ലായ്മയുടെ ചിന്തകൾ ആവർത്തിക്കുന്നതിനു പകരം പ്രപഞ്ചത്തിന്റെ സമൃദ്ധിയെ തുറക്കുന്ന വാക്കുകൾ നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് സങ്കൽപ്പിക്കുക. ഈ 7 വാക്കുകൾക്ക് യുക്തിയെ ധിക്കരിക്കുന്ന ഒരു ശക്തിയുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് കൃത്യമായി ആകർഷിക്കുന്ന ഒരു ഫ്രീക്വൻസിയിൽ അവ പ്രകമ്പനം കൊള്ളുന്നു. എന്നാൽ ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം: ഈ വാക്കുകൾ രഹസ്യമായി സൂക്ഷിക്കണം. എന്തുകൊണ്ടാണ് രഹസ്യം ഇത്ര പ്രധാനമായിരിക്കുന്നത്? കാരണം അവ പങ്കുവെക്കുന്നത് അവയുടെ ഊർജ്ജം ദുർബലപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷനെ മറ്റുള്ളവരുടെ സംശയങ്ങൾക്കും നെഗറ്റീവ് വൈബ്രേഷനുകൾക്കും വിധേയമാക്കുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ സമൃദ്ധിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തും. നിശബ്ദതയാണ് മാനിഫെസ്റ്റേഷൻ പ്രക്രിയയിലെ ഏറ്റവും ശക്തമായ ഉപകരണങ്ങളിലൊന്ന്. ഇത് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചുറ്റും ഒരു സംരക്ഷണ കവചം സൃഷ്ടിക്കുന്നു. ബാഹ്യ ഇടപെടലുകളില്ലാതെ അവയെ വളരാനും തഴച്ചു വളരാനും അനുവദിക്കുന്നു. നമ്മൾ തുടരുന്നതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു നിർണായക കാര്യമുണ്ട്. ഭാവനയ്ക്ക് അവിശ്വസനീയമായ ശക്തിയുണ്ട്. നെവിൽ ഗോഡാർഡ് പലപ്പോഴും പഠിപ്പിച്ചതുപോലെ, ഭാവന യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടം മാത്രമല്ല, നമ്മുടെ വിധിയെ രൂപപ്പെടുത്തുന്നതിനുള്ള ഏറ്റവും ശക്തമായ ഉപകരണമാണിത്. നമ്മൾ യഥാർത്ഥമെന്ന് കരുതുന്നതെല്ലാം ആദ്യം മനസ്സിൽ നിന്നാണ് ആരംഭിക്കുന്നതെന്ന് അദ്ദേഹം വിശ്വസിച്ചു. നിങ്ങൾക്കൊരു അനുഭവം വ്യക്തമായി കാണാനും അത് നിങ്ങളുടെ ഭാവനയിൽ ആഴത്തിൽ അനുഭവിക്കാനും കഴിയുമെങ്കിൽ നിങ്ങളുടെ തലച്ചോറിന് അത് ഇതിനകം സംഭവിച്ചതുപോലെയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് കൃത്യമായി നൽകാൻ പ്രപഞ്ചത്തെ നയിക്കുന്ന ഒരു മാനസിക ബ്ലൂപ്രിന്റ് സൃഷ്ടിക്കുന്നത് പോലെയാണിത്. എന്നാൽ ഇത് കണ്ണടച്ച് ദിവാസ്വപ്നം കാണുന്നതിനെക്കുറിച്ചല്ല.
ആഴം അത്യാവശ്യമാണ്. ഓരോ വിശദാംശത്തിനും പ്രാധാന്യമുണ്ട്. നെവിൽ ഭാവനയെ ഒരു ദ്വിതീയ യാഥാർത്ഥ്യമായി സംസാരിച്ചപ്പോൾ ഈ സൃഷ്ടിക്കപ്പെട്ട ലോകത്ത് അത് നമ്മളുടെ ഭാഗമാകുന്നതുവരെ മുഴുകാൻ അദ്ദേഹം നമ്മെ ക്ഷണിക്കുകയായിരുന്നു. ലോട്ടറിയിൽ 4.8 മില്യൺ ഡോളർ നേടിയ ന്യൂകാസിലിൽ നിന്നുള്ള മനുഷ്യന്റെ ഉദാഹരണമെടുക്കുക. അദ്ദേഹം വിജയിക്കുമെന്ന് ഭാവനയിൽ കാണുക മാത്രമല്ല ചെയ്തത്. വിജയിക്കുന്ന ടിക്കറ്റ് വാങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഒരു കോടീശ്വരനായി ജീവിച്ചു. പണമെണ്ണുന്നതും സ്വപ്നഭവനം വാങ്ങുന്നതും ടിക്കറ്റിന്റെ സ്പർശനം കയ്യിൽ അനുഭവിക്കുന്നതും അദ്ദേഹം ഭാവനയിൽ കണ്ടു. അദ്ദേഹത്തിന്റെ വിശ്വാസം പൂർണ്ണമായിരുന്നു. ഈ ഉറപ്പ് അഹങ്കാരമായിരുന്നില്ല. അത് അദ്ദേഹത്തിന്റെ മനസ്സും ആഗ്രഹവും തമ്മിലുള്ള അഗാധമായ യോജിപ്പായിരുന്നു. ഇതുമൂലം പ്രപഞ്ചത്തിന് അത് യാഥാർത്ഥ്യമാക്കുകയല്ലാതെ മറ്റ് മാർഗമില്ലായിരുന്നു. അദ്ദേഹം വെറുതെ പ്രതീക്ഷിക്കുകയായിരുന്നില്ല. അത് അദ്ദേഹത്തിന് ഇതിനകം അറിയാമായിരുന്നു എന്നതുപോലെയായിരുന്നു. അതാണ് ആഗ്രഹചിന്തയും യഥാർത്ഥ മാനിഫെസ്റ്റേഷനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. നെവിൽ ഗോഡാർഡ് അവസാനത്തിൽ ജീവിക്കുക എന്ന് വിളിച്ചത് അദ്ദേഹം പ്രയോഗിച്ചു. നിങ്ങളുടെ ആഗ്രഹം ഇതിനകം നിറവേറ്റിയതിന്റെ മാനസികാവസ്ഥയിൽ പൂർണ്ണമായി വസിക്കുക. അത് നിങ്ങളുടെ ഭൗതിക യാഥാർത്ഥ്യമായി മാറുന്നതുവരെ. നിങ്ങളുടെ സ്വപ്നം ഇതിനകം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന അചഞ്ചലമായ വിശ്വാസത്തോടെ എല്ലാ ദിവസവും ഉണരുന്നത് സങ്കൽപ്പിക്കുക. അത് നിങ്ങളുടെ ചിന്തയെയും പ്രവൃത്തിയെയും വികാരത്തെയും മാറ്റുന്നു. നിങ്ങൾ ഈ അവസ്ഥയിൽ വസിക്കുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന അവസരങ്ങളും യാദൃച്ഛികതകളും നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. പ്രപഞ്ചം എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്കായി യോജിപ്പിക്കാൻ ഗൂഢാലോചന നടത്തുന്നതുപോലെയാണ്. നെവിൽ പലപ്പോഴും മാനിഫെസ്റ്റേഷനെ ഒരു വിത്ത് നടുന്നതിനോട് ഉപമിച്ചു. നട്ടുകഴിഞ്ഞാൽ അത് വളരുന്നുണ്ടോയെന്ന് പരിശോധിക്കാൻ നിങ്ങൾ ദിവസവും മണ്ണ് കുഴിക്കുന്നില്ല. നിങ്ങൾ വിശ്വസിക്കുകയും വെള്ളമൊഴിക്കുകയും സമയം അതിന്റെ ജോലി ചെയ്യാൻ അനുവദിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഭാവനകൾ ദിവസവും പരിപോഷിപ്പിക്കേണ്ടതുണ്ട്. സ്ഥിരമായി ചെയ്യുമ്പോൾ അവ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ അഗാധമായ ഒരു മാറ്റം സൃഷ്ടിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി യോജിച്ച് പ്രവർത്തിക്കാൻ നിങ്ങളുടെ തലച്ചോറിനെ പ്രേരിപ്പിക്കുന്നു. ഈ അചഞ്ചലമായ വിശ്വാസമാണ് ലക്ഷ്യങ്ങൾ നേടുന്നവരെ കേവലം സ്വപ്നം കാണുന്നവരിൽ നിന്ന് വേർതിരിക്കുന്നത്. നിങ്ങൾ ഈ വിദ്യകൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ഓർക്കുക, ദൈനംദിന പരിശീലനമാണ് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ മാറ്റിമറിക്കുന്നത്. ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും അവ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണെന്ന് പ്രപഞ്ചത്തിന് സൂചന നൽകുകയും ചെയ്യുന്നു. ഫലപ്രദമായി മാനിഫെസ്റ്റേഷൻ ആരംഭിക്കുന്നതിന് വ്യക്തതയാണ് ഏതൊരു യാത്രയുടെയും അടിസ്ഥാനമെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങളുടെ ലക്ഷ്യം എത്രത്തോളം വ്യക്തമാണോ അത്രത്തോളം എളുപ്പത്തിൽ നിങ്ങളുടെ ഉപബോധ മനസ്സിന് അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പ്രവർത്തിക്കാൻ കഴിയും. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് പാരീസിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ എനിക്ക് പാരീസ് സന്ദർശിക്കണം എന്ന് മാത്രം ചിന്തിക്കരുത്. അത് യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ഭാവനയിൽ കാണുക. നിങ്ങൾ ഏതൊക്കെ ലാൻഡ്മാർക്കുകൾ കാണും? മോൺമാർട്രയുടെ തെരുവുകളിലൂടെ നടക്കുമ്പോഴോ ഈഫൽ ടവർ രാത്രിയിൽ പ്രകാശിക്കുന്നത് കാണുമ്പോഴോ നിങ്ങൾക്ക് എങ്ങനെ തോന്നും? ഒരു മനോഹരമായ കഫേയിലെ പുതുതായി ഉണ്ടാക്കിയ കോഫിയുടെ സുഗന്ധം സങ്കൽപ്പിക്കുക. ഈ തലത്തിലുള്ള വിശദാംശങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തെ യഥാർത്ഥവും മൂർത്തവുമാക്കുന്നു. നിങ്ങളുടെ ലക്ഷ്യം വ്യക്തമായി നിർവചിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ദൈനംദിന ദിനചര്യയിൽ ഭാവനയെ ഉൾപ്പെടുത്തുക. ഭാവന എന്നത് കണ്ണടച്ച് ദിവാസ്വപ്നം കാണുന്നതിനെക്കുറിച്ചല്ല, അത് നിങ്ങളുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ്. നിങ്ങളുടെ ആഗ്രഹവുമായി ബന്ധപ്പെട്ട ഘടനകൾ അനുഭവിക്കുക, ശബ്ദങ്ങൾ കേൾക്കുക, നിറങ്ങൾ കാണുക, സുഗന്ധങ്ങൾ പോലും മണക്കുക. നിങ്ങളുടെ ലക്ഷ്യം ഒരു പുതിയ കാർ സ്വന്തമാക്കുക എന്നതാണെങ്കിൽ സ്റ്റിയറിംഗ് വീലിന്റെ സ്പർശനം, എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം, പുതിയ ഇന്റീരിയറിന്റെ ഗന്ധം എന്നിവ സങ്കൽപ്പിക്കുക. മാനസിക അനുഭവം എത്രത്തോളം വ്യക്തമാണോ അത്രത്തോളം വേഗത്തിൽ നിങ്ങളുടെ തലച്ചോറ് നിങ്ങളുടെ ലക്ഷ്യവുമായി യോജിച്ച അവസരങ്ങൾ തിരിച്ചറിയാനും പ്രവർത്തിക്കാനും നിങ്ങളെ നയിക്കുന്ന പാതകൾ സൃഷ്ടിക്കാൻ തുടങ്ങും. എന്നിരുന്നാലും ഭാവന മാത്രം മതിയാവില്ല. അതിനോടൊപ്പം അചഞ്ചലമായ വിശ്വാസവും ഉണ്ടായിരിക്കണം. ഓരോ തവണ സംശയം കടന്നുവരുമ്പോഴും നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ലക്ഷ്യം അർഹിക്കുന്നത് അല്ലെങ്കിൽ നേടാൻ കഴിയുന്നത് എന്ന കാരണം ഉപയോഗിച്ച് അതിനെ ഉടനടി മാറ്റിസ്ഥാപിക്കുക. ഉദാഹരണത്തിന്, ഇത് പ്രവർത്തിച്ചില്ലെങ്കിലോ എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, ഞാൻ വിശ്വസിക്കുമ്പോൾ അവിശ്വസനീയമായ കാര്യങ്ങൾ സംഭവിക്കുമെന്നതിന് എന്റെ ജീവിതത്തിൽ തെളിവുണ്ട് എന്നതിനെ പ്രതിരോധിക്കുക. ഈ പരിശീലനം സംശയത്തെ ഇല്ലാതാക്കുക മാത്രമല്ല, നിങ്ങളുടെ വിശ്വാസവ്യവസ്ഥയെ പിന്തുണയ്ക്കുന്ന പുതിയ ന്യൂറൽ കണക്ഷനുകളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. അടുത്ത ഘട്ടം ഒരുപക്ഷെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞത് നിങ്ങളുടെ ലക്ഷ്യം ഇതിനകം നേടിയതുപോലെ ജീവിക്കുക എന്നതാണ്. ഇതിനർത്ഥം നടിക്കുകയോ സ്വയം വഞ്ചിക്കുകയോ അല്ല, മറിച്ച് നിങ്ങളുടെ ആഗ്രഹം ഇതിനകം ഒരു യാഥാർത്ഥ്യമാണെന്ന മട്ടിൽ തീരുമാനങ്ങൾ എടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ്. നിങ്ങളുടെ ലക്ഷ്യം സാമ്പത്തിക സമൃദ്ധിയാണെങ്കിൽ നിങ്ങൾ പണം എങ്ങനെ ഉപയോഗിക്കുമെന്ന് ആസൂത്രണം ചെയ്യാൻ ആരംഭിക്കുക. ഈ പുതിയ യാഥാർത്ഥ്യത്തിനായി ബഡ്ജറ്റുകൾ സൃഷ്ടിക്കുക. സമ്പത്ത് ഇതിനകം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുക. നിങ്ങളുടെ പൂർത്തീകരിച്ച ആഗ്രഹത്തിന്റെ സ്ഥാനത്ത് നിങ്ങൾ മാനസികമായി വസിക്കുമ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ നിങ്ങൾ ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നതുമായി യോജിക്കുന്നു. ഈ യോജിപ്പ് പ്രധാനമാണ്, എന്നാൽ സ്ഥിരത നിലനിർത്തുന്നതും ഒരുപോലെ നിർണായകമാണ്. ഒറ്റപ്പെട്ട ഭാവനാ പരിശീലനങ്ങൾ അപൂർവമായി ഫലം നൽകുന്നു.
എന്നിരുന്നാലും സ്ഥിരമായ ഒരു ദിനചര്യയ്ക്ക് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ പൂർണ്ണമായും മാറ്റിമറിക്കാൻ കഴിയും. നിങ്ങളുടെ മനസ്സ് വിശ്രമിക്കുന്ന ആൽഫ അവസ്ഥയിലായിരിക്കുമ്പോൾ, അതിരാവിലെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് ഏറ്റവും സ്വീകാര്യമായിരിക്കുമ്പോൾ, രാത്രി ഉറങ്ങുന്നതിന് മുമ്പോ പോലുള്ള നിങ്ങളുടെ ദിവസത്തിലെ നിർദ്ദിഷ്ട നിമിഷങ്ങൾ ഭാവനയ്ക്കായി നീക്കിവെക്കുക. ഈ ആവർത്തനം നിങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും തമ്മിൽ തുടർച്ചയായ ഊർജ്ജപ്രവാഹം സൃഷ്ടിക്കുകയും നിങ്ങളുടെ ഉദ്ദേശ്യങ്ങളെ ദിവസവും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. മാനിഫെസ്റ്റേഷനിൽ നന്ദിയുടെ പങ്ക്. നന്ദി ഒരു പരിവർത്തന ശക്തിയാണ്, ആഗ്രഹവും അതിന്റെ ഭൗതികവൽക്കരണവും തമ്മിലുള്ള ഒരു പാലം. നിങ്ങൾ ആത്മാർത്ഥമായി നന്ദി പറയുമ്പോൾ നിങ്ങളുടെ ഊർജ്ജത്തെ സമൃദ്ധിയുടെ ആവൃത്തിയിലേക്ക് നിങ്ങൾ യോജിപ്പിക്കുന്നു, ഒരു റേഡിയോയെ മികച്ച സ്റ്റേഷനിലേക്ക് ട്യൂൺ ചെയ്യുന്നത് പോലെ. ഈ പരിശീലനം ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റുക മാത്രമല്ല, നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന സാഹചര്യങ്ങളെയും അവസരങ്ങളെയും ആകർഷിക്കുകയും ചെയ്യുന്നു. യേശുവിന്റെ ഉദാഹരണം പരിഗണിക്കുക. അത്ഭുതങ്ങൾ ചെയ്യുന്നതിനു മുമ്പ് അദ്ദേഹം എപ്പോഴും നന്ദി പ്രകടിപ്പിച്ചു. ഏതാനും അപ്പവും മീനും കൊണ്ട് ആയിരങ്ങളെ ഊട്ടുന്നതിനോ ലാസറിനെ ഉയിർപ്പിക്കുന്നതിനോ മുമ്പ് അദ്ദേഹം നന്ദി പറഞ്ഞു. ഇതൊരു ഉപരിപ്ലവമായ ആംഗ്യമായിരുന്നില്ല, മറിച്ച് ആവശ്യമുള്ളത് ഭൗതികമായി പ്രകടമാകുന്നതിന് മുമ്പ് തന്നെ ലഭ്യമാണെന്നുറപ്പിക്കുന്ന അചഞ്ചലമായ ആത്മവിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തിയായിരുന്നു. ഈ തത്വം പിന്തുടർന്ന് നിങ്ങൾ മുൻകൂട്ടി നന്ദി പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഫലത്തിൽ നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നുവെന്ന് പ്രപഞ്ചത്തോട് നിങ്ങൾ പ്രഖ്യാപിക്കുന്നു. ശാസ്ത്രീയ പഠനങ്ങളും ഇതിനെ പിന്തുണയ്ക്കുന്നു. പതിവായി നന്ദി പരിശീലിക്കുന്നത് വൈകാരിക ക്ഷേമം മെച്ചപ്പെടുത്തുകയും സമ്മർദ്ദം കുറയ്ക്കുകയും നിങ്ങളുടെ രോഗപ്രതിരോധശേഷി ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. കൂടാതെ നന്ദി പ്രകടിപ്പിക്കുന്നത് തലച്ചോറിലെ ആനന്ദവും പ്രതിഫലവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളെ സജീവമാക്കുന്നു. ഇത് പോസിറ്റിവിറ്റിയുടെയും ക്ഷേമത്തിന്റെയും ഒരു ചക്രം സൃഷ്ടിക്കുന്നു. ലളിതവും എന്നാൽ അസാധാരണമാംവിധം ശക്തവുമായ ഒരു പരിശീലനമാണ് ഈ 7 വാക്കുകൾ ആവർത്തിക്കുന്നത്. നന്ദി, 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 നന്ദി. ഈ വാചകം ആവർത്തിക്കുന്നതിലൂടെ നിങ്ങൾ പ്രപഞ്ചത്തിന് വ്യക്തമായ ഒരു സന്ദേശം അയക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്കിതിനകം ലഭിച്ചതുപോലെ ഞാൻ അതിന് നന്ദിയുള്ളവനാണ്. ഈ പരിശീലനം നിങ്ങളുടെ വിശ്വാസത്തെ പുനഃസ്ഥാപിക്കുകയും നിങ്ങളുടെ ഊർജ്ജത്തെ സമൃദ്ധിയുമായി യോജിപ്പിക്കുകയും ചെയ്യുന്നു. 7 എന്ന സംഖ്യയ്ക്ക് പല പാരമ്പര്യങ്ങളിലും പ്രത്യേക ആത്മീയ പ്രാധാന്യമുണ്ട്. ഇത് പൂർണ്ണതയെയും ദൈവിക ബന്ധത്തെയും പ്രതിനിധീകരിക്കുന്നു. 7 തവണ നന്ദി ആവർത്തിക്കുന്നത് നിങ്ങളുടെ ഉദ്ദേശ്യത്തെ വർദ്ധിപ്പിക്കുകയും നിങ്ങളെ ഉയർന്ന ആവൃത്തിയിലേക്ക് ട്യൂൺ ചെയ്യുകയും ചെയ്യുന്നു. ഈ പരിശീലനത്തിൽ നിന്ന് പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് നിങ്ങളുടെ ഉപബോധ മനസ്സ് ഏറ്റവും സ്വീകാര്യമായിരിക്കുമ്പോൾ ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പ് നിങ്ങളുടെ രാത്രി ദിനചര്യയിൽ ഇതുൾപ്പെടുത്തുക. നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ശാന്തമാക്കാൻ കുറച്ച് ആഴത്തിലുള്ള ശ്വാസമെടുക്കുക. നിങ്ങളുടെ ആഗ്രഹം വ്യക്തമായ വിശദാംശങ്ങളോടെ അതിതിനകം യാഥാർത്ഥ്യമായതുപോലെ ഭാവനയിൽ കാണുക. നിങ്ങൾ ഇതിനകം നേടിയ ഒരു വിജയം ആഘോഷിക്കുന്നതുപോലെ യഥാർത്ഥ നന്ദി ഉള്ളിൽ നിന്ന് വരുന്നത് അനുഭവിക്കുക. എന്നിട്ട് മാന്ത്രിക വാക്കുകൾ ആവർത്തിക്കുക. നന്ദി, 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 നന്ദി. ഇവിടെ പ്രധാനം ആവർത്തനത്തിൽ മാത്രമല്ല, അതിനോടൊപ്പമുള്ള വികാരങ്ങളിലുമാണ്. യഥാർത്ഥ നന്ദി വാക്കുകളെ അതിജീവിക്കുന്നൊരു വൈബ്രേഷൻ വഹിക്കുകയും നിങ്ങളെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപരമായ സത്തയുമായി നേരിട്ട് ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ദിവസവും പരിശീലിക്കുന്നതിലൂടെ നിങ്ങൾ സമൃദ്ധിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങളുടെ തലച്ചോറിനെ പുനഃക്രമീകരിക്കുകയും അവസരങ്ങൾക്കും സമന്വയങ്ങൾക്കുമുള്ള ഒരു കാന്തമായി മാറുകയും ചെയ്യുന്നു. ഇന്ന് തന്നെ ആരംഭിക്കുക. നിങ്ങൾക്കുള്ളതിനും വരാനിരിക്കുന്നതിനും നന്ദിയുള്ളവരായിരിക്കുക. ഉദ്ദേശ്യത്തോടും വികാരത്തോടും കൂടി മാന്ത്രിക വാക്കുകൾ ആവർത്തിക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങളുമായി യോജിച്ച പ്രവൃത്തികൾ ചെയ്യുക. എല്ലാറ്റിനുമുപരിയായി പ്രപഞ്ചം എല്ലായ്പ്പോഴും നിങ്ങളുടെ പക്ഷത്താണെന്നും സങ്കൽപ്പിക്കാനാവാത്ത വിധത്തിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്താൻ തയ്യാറാണെന്നും വിശ്വസിക്കുക. അടുത്ത അത്ഭുതം ഒരു ചുവട് അല്ലെങ്കിൽ ഒരു വാക്ക് അകലെയായിരിക്കാം. നിങ്ങളൊരു ദൈനംദിന നന്ദി പരിശീലനം സ്വീകരിക്കുകയും അത് സ്ഥിരമായ ഉദ്ദേശ്യപൂർവമായ പ്രവർത്തനങ്ങളുമായി സംയോജിപ്പിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യക്തമായ മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കും. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായി യോജിക്കുന്നു. നിങ്ങളുടെ വികാരങ്ങൾ സമൃദ്ധിയുടെ ആവൃത്തിയിൽ പ്രകമ്പനം കൊള്ളുന്നു. നിങ്ങൾ അവസരങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമുള്ള ഒരു കാന്തമായി മാറുന്നു.